ഗുഡ് മോർണിംഗ്. സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ എത്തിക്കറ്റ്സിനെ കുറിച്ചാണ്. എത്തിക്കറ്റ്സ് എന്താണ്? എത്തിക്കറ്റ്സ് മാനേഴ്സ്. നമ്മളൊരാളെ കാണുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ അവർക്കൊരു ഫേം ഷേക്ക് ഹാൻഡും കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ മാനേഴ്സിൽ പെടുന്നതാണ്. കൂടാതെ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആചരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു മാനേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ എത്തിക്കറ്റ്സ്. ബസ്സിൽ പോകുമ്പോഴായാലും, യാത്രയ്ക്ക് പോകുമ്പോഴായാലും, ട്രെയിനിൽ പോകുമ്പോഴായാലും, അതെ, കൂട്ടുകാരുമൊത്ത് പോകുമ്പോൾ മറ്റുള്ളവരും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുണ്ട് എന്നാലോചിച്ചുകൊണ്ട് തന്നെ പതുക്കെ സംസാരിക്കുക. ഇരിക്കുന്ന സ്ഥലങ്ങൾ നമുക്കുള്ളത് മാത്രമാണ് എന്ന് കരുതാതെ നമ്മൾ ഒതുങ്ങി ഇരിക്കുക. വേറെ ആരെങ്കിലും നമ്മുടെ സ്ഥാനത്ത് കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോട് വളരെ മയമായി, റൂഡാവാതെ അവരോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുക. അവരോട് മാറിത്തരാൻ പറയുക. നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് അതുപോലെയല്ലേ അവരും നമ്മളോട് പെരുമാറുള്ളൂ. ഇനി വേറെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതെ, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അത് മറ്റുള്ളവർക്കൊരു അലോസരം ഉണ്ടാവാതെ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു കർച്ചീഫോ കയ്യിൽ പിടിച്ച് അതിലേക്ക് തുമ്മുക. ഇനി അത് രണ്ടും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൽബോ പിറ്റിലേക്ക് ചുമയ്ക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ചെയ്യുക. പൊതുസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അനാവശ്യമായ പുകവലിയോ ഇതൊന്നും ചെയ്യാതിരിക്കുക. യെസ്, റെസ്പോൺസിബിലിറ്റിയുമാണത് നമ്മുടെ, പക്ഷേ ഇതെല്ലാം മാനേഴ്സുമാണ്. മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അനാവശ്യമായി വായ തുറന്ന് ചവയ്ക്കാതിരിക്കുക. മറ്റുള്ളവരും നമ്മുടെ കൂടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക. നമ്മളുടെ വായിലുള്ള ഭക്ഷണം എന്തിനാണ് മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് പോകുന്നത് അല്ലേ? ഇനി എന്താണ് സോഷ്യൽ എത്തിക്കറ്റ്സിൽ വരുന്നത്? കാർക്കിച്ച് തുപ്പുക, പൊതുസ്ഥലങ്ങളിൽ തുപ്പുക അല്ലെങ്കിൽ മൂക്ക് ചീറ്റുക, ഈ വകയെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളുടെ വീടും പരിസരത്തിലും നമ്മൾ അങ്ങനെ കാർക്കിച്ച് തുപ്പിയും മൂക്ക് ചീറ്റിയും നടക്കാറില്ലല്ലോ. പിന്നെ എന്തിനാണ് മറ്റുള്ളവർ നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളത് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ പരക്കുന്നത്. പിന്നെ എന്താണ് സോഷ്യൽ എത്തിക്കറ്റ്സിൽ ഉള്ളത്? വേറൊരാളോട് സംസാരിക്കുമ്പോൾ അനാവശ്യമായി തല്ലുപിടിക്കാതിരിക്കുക. എന്തെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ മറ്റൊരാളോട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുക. സോഷ്യൽ എത്തിക്കറ്റ്സ്, അതെ, സമൂഹത്തിനോടുള്ള നമ്മളുടെ മാനേഴ്സ് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ കടപ്പാടും കൂടിയാണ്.